അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി മോട്ടറിനെ കുറിച്ചാണ്. ഒരു ഡി സി മോട്ടർ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡി സി മോട്ടറിൻ്റെയും ജനറേറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ എന്താണ്? സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡി സി മെഷീൻ എന്ന് വേണം നമുക്ക് തന്നെ പറയാം. ഒരു ഡി സി മെഷീൻ എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഒരു ഡി സി മെഷീൻ ഒരു ഡി സി മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും ഒരു ഡി സി മെഷീനെ. അപ്പോൾ സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി സി മോട്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന എക്യുപ്മെൻ്റിൻ്റെ പേരാണ് ഒരു മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ഡി സി ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡി സി മോട്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെൻ്റിൻ്റെ പേരാണ് മോട്ടർ. അത് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഡി സി ആണെങ്കിൽ അതിനെ നമുക്ക് ഡി സി മോട്ടർ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോറൻസ് ഫോഴ്സ് ലോ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലോറൻസ് ഫോഴ്സ് ലോ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഒരു ഡി സി മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഒരു ഡി സി മോട്ടർ വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്ത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ലോറൻസ് ഫോഴ്സ് ലോ. ഓക്കെ, അപ്പോൾ ലോറൻസ് ഫോഴ്സ് ലോ എന്താണെന്ന് വെച്ചാൽ എഫ് ഇസിക്വൽ ടു BIL സൈൻ തീറ്റ. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സിംപ്ലി പറഞ്ഞാൽ എഫ് ഇസിക്വൽ ടു BIL അത്രയും ന്യൂട്ടൺ, ഇതെൻ്റെ മാക്സിമം വാല്യൂ ആണ് ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ന്യൂട്ടൺ. ഓക്കെ, ഈ രണ്ട് സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കാം. എഫ് ഇസിക്വൽ ടു BIL ന്യൂട്ടൺ. അപ്പോൾ എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്. ഫോഴ്സ് ആണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി. നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്. കറണ്ട് ആരാണ് കൊടുക്കുന്നത്? നമ്മളാണ് കറണ്ട് കൊടുക്കുന്നത്. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴാണ് മെക്കാനിക്കൽ എനർജി കിട്ടുന്നത്. അപ്പോൾ കറണ്ട് കണ്ടക്ടേഴ്സിനകത്ത് കൊടുക്കുന്നതിനാണ്, കറണ്ടിനാണ് ഐ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ഡി സി മോട്ടർ വർക്ക് ചെയ്യുന്നത് ലോറൻസ് ഫോഴ്സ് ലോ വെച്ചിട്ടാണ്. ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. എഫ് ഇസിക്വൽ BIL അല്ലെങ്കിൽ BIL സൈൻ തീറ്റ. അപ്പോൾ അത് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഓരോ ടേംസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ എന്താണെന്നുള്ളത് ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ ലോറൻസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലോറൻസ് ഫോഴ്സ് ലോ എന്ന് പറയുന്നത് ഇതാണ്. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. Magnetic field, a force is exerted on the conductor. അപ്പോൾ ഇതാണ് ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡി സി മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ ഫോഴ്സ് ഈസ് എക്സർട്ടഡ് ഓൺ ദി കണ്ടക്ടർ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആരാണ് കൊടുക്കുന്നത്? നമ്മളാണ് കൊടുക്കുന്നത്. നമ്മളാണ് കറണ്ട് കൊടുക്കേണ്ടത്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നിർമ്മിച്ചെടുക്കുന്നത് നമ്മുടെ ജോലിയാണ്. എവിടെ അത് പ്ലേസ് ചെയ്യണം? ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്താൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തൊരു ഫോഴ്സ് എക്സർട്ടഡ് ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ. ദെൻ നമുക്കിനി ഒരു ഫിഗർ വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ വൈസ് രണ്ടിൻ്റെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് കൺസ്ട്രക്ഷൻ. സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് ഒരു ഡി സി മോട്ടറിനും ജനറേറ്ററിനും ഉള്ളത്. വേറൊരു രീതി വരയ്ക്കാം. ഓക്കെ, കണ്ടക്ടേഴ്സ് വരയ്ക്കുന്നു.
അപ്പോൾ പോൾസ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് പോൾസ് വെക്കണം. പോൾസ് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ആർമേച്ചറിനകത്ത് കണ്ടക്ടേഴ്സും ഉണ്ട്. ഓക്കെയാണ്. ദെൻ ഞാനിവിടെ നോർത്ത് പോൾ സൗത്ത് പോൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിനെ ഒരു നോർത്ത് പോളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. നോർത്ത് പോൾ ഇതിനെ ഒരു സൗത്ത് പോളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡായി. ദെൻ എന്താണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ വരുത്തുക. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. അപ്പോൾ കറണ്ട് ക്യാരി ചെയ്യുന്നത് ഞാനാണ് കൊടുക്കുന്നത്. ഇത് കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് റൊട്ടേഷൻ. റൊട്ടേഷൻ എനിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോർത്ത് പോളിൻ്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് എന്തായിരിക്കണം, അതുപോലെ തന്നെ സൗത്ത് പോളിൽ വരുന്ന കണ്ടക്ടേഴ്സ് എന്തായിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയാണ് ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് ഇടയിൽ പ്ലേസ് ചെയ്താൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് അതൊരു ഫോഴ്സ് എക്സർട്ട് ആവും. ഇതാണ് നമ്മുടെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു പെർമനൻറ്റ് മാഗ്നറ്റ്സ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സപ്ലൈ കൊടുക്കണം. അപ്പം ഫീൽഡിലേക്കും ഞാൻ എന്ത് കൊടുക്കണം, സപ്ലൈ കൊടുക്കണം. ഫീൽഡിനെ ഞാൻ എന്ത് വേണം, എക്സൈറ്റ് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിനകത്തോട്ട് ഞാൻ എന്ത് കൊടുക്കണം, ഡി സി സപ്ലൈ കൊടുക്കണം അല്ലേ. അപ്പോൾ ഡി സി സപ്ലൈ കൊടുക്കുന്നു, എന്താവുന്നു, എക്സൈറ്റഡ് ആവുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നു അല്ലേ. ഇതിനകത്ത് നമുക്ക് വേറെ രീതിയിലാണ് വരയ്ക്കാം. രണ്ട് രീതിയിൽ നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു കണ്ടക്ടർ, ഇവിടെ ഒരു കണ്ടക്ടർ, ഇവിടെ ഒരു കണ്ടക്ടർ. കണ്ടക്ടേഴ്സ് ഒരുപാടുണ്ട്. ആ രീതി കൺസിഡർ ചെയ്യുന്നത് നോർത്ത് പോൾ ദെൻ സൗത്ത് പോൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എനിക്ക് കറങ്ങേണ്ടത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഞാൻ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കും. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നു. എനിക്ക് കറങ്ങേണ്ടത് ഏത് ഡയറക്ഷനിലാണ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കണ്ടക്ടേഴ്സിനകത്തോട്ട്, അതായത് ആർമേച്ചറിനകത്തേക്ക് എനിക്ക് എന്ത് കൊടുക്കണം, കറണ്ട് കൊടുക്കണം. ആ ആർമേച്ചറിനകത്തോട്ട് ചെല്ലുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കറണ്ട് കൊടുത്താൽ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു ലോഡ് പേരാണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് റൂളാണ്. നമ്മൾ ബേസിക്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്, ഈ മോട്ടർ ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡ് പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഡി സി മോട്ടർ. ഒരു ഡി സി മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം, മോട്ടർ റൂൾ എന്ന് വിളിക്കാം. മോട്ടർ റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ വേറൊരു പേരാണ് മോട്ടർ റൂള്. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂളിന്റെ പേരെന്തായിരുന്നു, ജനറേറ്റർ റൂൾ എന്നായിരുന്നു. ജനറേറ്റർ റൂൾ എന്തിനാണ് യൂസ് ചെയ്തത്? ജനറേറ്റർ റൂൾ യൂസ് ചെയ്തത് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ.എം.എഫ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ.എം.എഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തത് അല്ലേ. റൈറ്റ് ഹാൻഡ് റൂൾ 3 വിരൽ 3 പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ മോട്ടർ റൂളായിട്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ഒരു മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാണ്, ഈ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും ഫ്ലെക്സ് ലൈൻസ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് തന്നെ ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡ് പ്ലേസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കറങ്ങേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എനിക്ക് കറങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടേഴ്സിനകത്തുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഏതായിരിക്കണം? ഞാൻ ഏത് ഡയറക്ഷനിൽ കറണ്ട് കൊടുത്താലാണ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നത്? അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറയുകയാണ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് എപ്പോഴും ഫ്ലെക്സ് ലൈൻസ് പോകുന്നത് അല്ലേ. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും ഫ്ലെക്സ് ലൈൻസ് പോകുന്നത്. കണ്ടോ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫ്ലെക്സ് ലൈൻസ് പോകും. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫ്ലെക്സ് ലൈൻസ് ഫീൽഡിനെ സെയിം തന്നെയാണ്. ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, 4 ഫിംഗർ ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയണം, 4 ഫിംഗർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഫീൽഡ്. ദെൻ സെൻട്രൽ ഫിംഗർ ഉണ്ട്. സെൻട്രൽ ഫിംഗർ എന്തിനാണ്, സെൻട്രൽ ഫിംഗർ എന്തിനാണ്, കറണ്ട്. സെൻട്രൽ ഫിംഗർ ഡിനോട്ട് ചെയ്യുന്നത് കറണ്ടിനെയാണ്. ദെൻ അതുപോലെ തന്നെ തമ്പാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്, മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷനെ ഡിനോട്ട് ചെയ്യുന്ന ആരാണ്, തമ്പാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. നോർത്ത് നിന്ന് സൗത്തിലോട്ട് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലോട്ട്.
റൊട്ടേഷൻ എനിക്ക് വേണ്ടത് എങ്ങോട്ടാണ്? റൊട്ടേഷൻ എനിക്ക് വേണ്ടത് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനാണ്, ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കണം? കറണ്ട് അകത്തേക്കായിരിക്കണം. അകത്തേക്കുള്ളതിനെ ഞാൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? അകത്തേക്ക് കറണ്ടാണ് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ക്രോസ്. അകത്തേക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർഡ് ഡയറക്ഷനാണ്. ഇൻവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അകത്തേക്കാണ് പോകുന്നത് കേട്ടോ. കറണ്ട് അകത്തേക്കാണെങ്കിൽ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലല്ലേ ഇത് റൊട്ടേറ്റ് ചെയ്തത്? ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എങ്ങനെ ആയിരിക്കും? സൗത്ത് പോളിന്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സിനകത്തുള്ള കറണ്ട് എങ്ങനെ ആയിരിക്കണം? ഇത് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം നോക്കാം. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും എപ്പോഴും ഫ്ലക്സ് പോകുന്നത്. സൗത്തിലേക്ക് വന്ന് കയറണം ഫ്ലക്സ് എപ്പോഴും. ഫ്ലക്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തന്നെ ആയിരിക്കും. സൗത്തിലേക്ക് വന്ന് കയറണം. അപ്പോൾ സൗത്തിലോട്ട് ഫ്ലക്സ്, 4 ഫിംഗർ ഫ്ലക്സ്. റൊട്ടേഷൻ എങ്ങോട്ടാണ്? റൊട്ടേഷൻ ആന്റി ക്ലോക്ക്വൈസ് ആണ് കേട്ടോ, ആന്റി ക്ലോക്ക്വൈസ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കണം? കറണ്ട് പുറത്തേക്കായിരിക്കണം. ഇൻവേർഡ് ഡയറക്ഷൻ, ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കണം അല്ലേ? തമ്പാണ് ഡയറക്ഷൻ, 4 ഫിംഗർ ഫീൽഡ്. സൗത്തിലേക്ക് വന്ന് കയറുവാണ്. എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ഫ്ലക്സ് പോകത്തുള്ളൂ, എപ്പോഴും, ഓൾവേസ്. ദെൻ അപ്പം സെൻട്രൽ ഫിംഗർ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കറണ്ടിനെയാണ്. അത് എങ്ങോട്ടാണ്? പുറത്തേക്കല്ലേ കറണ്ട് പോകുന്നത്. പുറത്തേക്ക് കറണ്ട് പോകുന്നത് ഞാൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡോട്ടായിട്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ, ഡോട്ട്. ഓക്കെ, അങ്ങനെയാണ് ഇത് എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ എങ്ങനെയാണ് ഇത് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്? മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഞാൻ നേരെ തിരിച്ച് ഞാൻ പറഞ്ഞു കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അപ്ലൈ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതുപോലെ നോർത്ത് സൗത്ത് കൺസിഡർ ചെയ്യുന്നു. ഞാൻ പറയാണ് നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടർ. തൽക്കാലം ഞാൻ ഇത് മാത്രം ഇടുന്നു. നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന ഈ കണ്ടക്ടറിനകത്തുള്ള കറണ്ട് ഡോട്ടാണെന്ന് വിചാരിക്കുക. ഡയറക്ഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഇത് ക്രോസ് ആണെന്ന് വിചാരിക്കുക. സൗത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടർ ക്രോസും നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടർ ഡോട്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മോട്ടർ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്ന അറിയണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാം? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫീൽഡ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് കേട്ടോ. അപ്പോൾ താഴേക്കാണ്, നോർത്ത് ഇവിടെയാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫീൽഡ്. കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് പുറത്തേക്കാണ് കേട്ടോ. കറണ്ട് ഇവിടെ ഡോട്ടാണ് ഇട്ടേക്കുന്നത്, ഡോട്ടാണെങ്കിൽ എങ്ങോട്ടായിരിക്കും? ഡോട്ടാണെങ്കിൽ വെളിയിലോട്ടാണ് കേട്ടോ. കറണ്ട് ഇങ്ങോട്ട് വെളിയിലോട്ട്, നോർത്ത് സൗത്തിലോട്ട് ഫ്ലക്സ്. റൊട്ടേഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. ഇതാണ് ഫോഴ്സ്, ഇങ്ങോട്ട് ആക്ട് ചെയ്തു. ഓക്കെ ആണ്. നീ ഇവിടുത്തെ കേസ് ഒന്ന് ആലോചിക്കും. ഇവിടെ എന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് തന്നെയാണ് ഫ്ലക്സ്. കറണ്ട് അകത്തേക്കാണ് കേട്ടോ. കറണ്ട് അകത്തേക്ക്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് ആണെങ്കിൽ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും, കണ്ടില്ലേ? അപ്പൊ മെഷീൻ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഏത് പോൾസിന്റെ നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ കണക്കുള്ള ഫീൽഡിന്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സിനകത്തുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ. അയാളാണ് ഇത് എങ്ങോട്ട് കറങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ഈ മെഷീൻ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ലോയുടെ പേരാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ടു ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഡി സി മോട്ടർ. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? മോട്ടോർ റൂൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തത്. നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് ഡോട്ട് ആണെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ക്രോസ് ആണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കറണ്ട് കൊടുക്കുന്നത് നോർത്ത് പോളിന് അണ്ടറിൽ ഡോട്ടാണോ ക്രോസ് ആണോ വരേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ് കറണ്ട് അകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള ഒരു ഡി സി മോട്ടർ ആണ് വേണ്ടുന്നതെങ്കിൽ ഞാൻ നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സിന് എല്ലാം എന്ത് തന്നെ കൊടുക്കണം? ഡോട്ട് തന്നെ കൊടുക്കണം. സൗത്ത് പോളിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ കണ്ടക്ടേഴ്സിനും ഞാൻ എന്ത് തന്നെ കൊടുക്കണം? ക്രോസ് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? കണ്ടിന്യൂസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേഷൻ കിട്ടത്തുള്ളൂ. അത് മനസ്സിലായോ? ഈ പറഞ്ഞ മനസ്സിലായോ? ദെൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അതായത് നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് അല്ലേ? നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് ഒന്നുകൂടെ വരയ്ക്കാം. അതെ, ഇതാണ് കണ്ടക്ടേഴ്സ്. നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് ഇത്രയാണ്. ദെൻ സൗത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ്, ഇത് നോർത്ത് പോളായിട്ട് എടുക്കുന്നു, ഇത് സൗത്ത് പോളായിട്ട് എടുക്കുന്നു. നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സിന് ഞാൻ എന്ത് കൊടുക്കണം?
എനിക്ക് ഏത് ഡയറക്ഷനിൽ റൊട്ടേഷനാണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേഷനാണ് വേണ്ടുന്നത് അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വേണ്ടുന്നതെങ്കിൽ നോർത്ത് പോളിന് അണ്ടറിൽ എന്ത് കൊടുക്കുക, ഡോട്ട് കൊടുക്കുക. സൗത്ത് പോളിന് അണ്ടറിൽ എന്ത് കൊടുക്കുക, ക്രോസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈവച്ച് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള റൊട്ടേഷൻ ഇതാണ് വേണ്ടുന്നതെങ്കിൽ നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സിന് എപ്പോഴും ഡോട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരും. എപ്പോഴും നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കണം, ഡോട്ട് തന്നെ ആയിരിക്കണം. സൗത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് എല്ലാ കണ്ടക്ടേഴ്സ് എന്ത് തന്നെ ആയിരിക്കണം, ക്രോസ് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു പോളിന്റെ അണ്ടറിൽ ഒരു ഡയറക്ഷൻ, നോർത്ത് പോളിന്റെ അണ്ടറിൽ ഒരു ഡയറക്ഷൻ, അതിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് നമ്മൾ അടുത്ത സൗത്ത് പോളിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ പൊളാരിറ്റി ചേഞ്ച് ആകുക എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്തും ഒക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, സോറി ഈ ഡോട്ടും ക്രോസും ഒക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കറണ്ടിന്റെ ഡയറക്ഷനാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഡോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണെങ്കിൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായിരിക്കണം, അത് നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആയിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡോട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ക്രോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കണം. അതായത് നമ്മൾ ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന കറണ്ട് അപ്പം എന്തായിരിക്കണം, ആർമേച്ചറിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ട് എന്തായിരിക്കണം, ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന കറണ്ട് ഒരു എ സി ആയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞൊരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ് ഡി സി ആണ്, ഡി സി സപ്ലൈ. ഡി സി സപ്ലൈ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ്റെ പേരാണ് ഡി സി മോട്ടർ. അതെങ്ങോട്ടാണ് കൊടുക്കുന്നത്, ആർമേച്ചറിലേക്ക് കൊടുക്കുന്നു. ആർമേച്ചറിൽ മാത്രമാണ് കൊടുക്കുന്നത്, ഫീൽഡിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന സാധനം എന്തായിരിക്കണം, എ സി ആയിരിക്കണം. അതായത് നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് എല്ലായ്പ്പോഴും ഡോട്ട് ആയിരിക്കണം, സൗത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് എല്ലായ്പ്പോഴും ക്രോസ് ആയിരിക്കണം. ഇതിനകത്ത് എവിടെയെങ്കിലും തിരിഞ്ഞു വന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൺ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും റൺ ചെയ്തായി പോകും. എപ്പോഴും നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന എന്തായിരിക്കണം, ഡോട്ട് തന്നെ ആയിരിക്കണം. സൗത്ത് പോളിന് അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് എല്ലാം അതിനകത്തൂടെ പോകുന്ന കറണ്ട് എപ്പോഴും ക്രോസ് ആയിരിക്കണം. ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എപ്പോഴും ഡോട്ട് ആയിരിക്കണം അല്ലേ. പുറത്തേക്കാണെങ്കിൽ ഇത് അകത്തേക്കായിരിക്കണം കറണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് എ സി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആർമേച്ചറിൽ കൊടുക്കുന്ന കറണ്ട്, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന കറണ്ട് ഡി സി ആണെങ്കിലും ആർമേച്ചറിൽ എത്തുമ്പോൾ അത് എന്തായി മാറണം, എ സി ആയി മാറണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് എ സി ആക്കി മാറ്റുന്നത്, ആരാണ് എ സി ആക്കി മാറ്റുന്നത്, ആരാണ്? അപ്പോൾ നമുക്ക് ഒരാളെ നമുക്ക് പരിചയമുണ്ട്. ആരാണ് പരിചയമുള്ളത്, ഒരു മെക്കാനിക്കൽ റെക്ടിഫയർ. ഒരു മെക്കാനിക്കൽ റെക്ടിഫയറിനെ നമുക്കറിയാം. മെക്കാനിക്കൽ റെക്ടിഫയർ ആരായിരുന്നു? മെക്കാനിക്കൽ റെക്ടിഫയർ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. കമ്മ്യൂട്ടേറ്റർ എന്നൊരു സ്ട്രക്ചർ ആക്ച്വലി എന്താണ് ചെയ്തത്, കമ്മ്യൂട്ടേറ്റർ എന്നുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ ആണെങ്കിലും സൗത്ത് പോൾ ആണെങ്കിലും എ സി മെഷീൻ ആണെങ്കിലും ഡി സി മെഷീൻ ആണെങ്കിലും ആർമേച്ചറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, എ സി തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെ എനിക്ക് പുറത്തേക്ക് വരുമ്പോൾ ലോഡ് നെക്രോസ് കിട്ടുന്നത് ഡി സി ആണ്. അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ റെക്ടിഫയർ ആണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ ആണ് ആ ഉണ്ടാകുന്ന എ സിയെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണ്. ഇവിടെ അപ്പോൾ എന്താ വേണ്ടുന്നത്, അപ്പോൾ ഒരു കമ്മ്യൂട്ടേറ്റർ ഡി സി മോട്ടറിൽ ഉണ്ടോ എന്നൊരു ചോദ്യം വരും. ആക്ച്വലി ഡി സി മോട്ടറിൽ എന്തുണ്ട്, കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ഡി സി മോട്ടറിൽ ഉണ്ട്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിന്റെ ജോലി എന്താണ്, ഡി സി മോട്ടറിലെ കമ്മ്യൂട്ടേറ്ററിന്റെ ജോലി എന്താണ്, ഡി സി മോട്ടറിലെ കമ്മ്യൂട്ടേറ്ററിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഇൻവെർട്ടർ ആണ്. ഓക്കെ, ഒരു മെക്കാനിക്കൽ ഇൻവെർട്ടർ. ആരാണ് മെക്കാനിക്കൽ ഇൻവെർട്ടർ ആക്ട് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റർ ആണ് അല്ലേ, കമ്മ്യൂട്ടേറ്റർ. ഇനി ഞാൻ പറയാണ് കമ്മ്യൂട്ടേറ്റർ ഇതായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് ഡി സി ജനറേറ്ററിൽ, ഇതെന്താണ് ഡി സി മോട്ടറിൽ. ഡി സി മോട്ടറിൽ എന്താണ് ചെയ്യുന്നത്, ആക്ച്വലി ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഡി സി സപ്ലൈ ടു എ സി ആക്കി മാറ്റുന്നു. സപ്ലൈയിൽ നിന്നും ആർമേച്ചറിലേക്ക് പോകുമ്പോൾ അല്ലേ ഡി സി എ സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് ആലോചിക്കുക, മെക്കാനിക്കൽ റെക്ടിഫയർ എവിടാണ്, ഡി സി ജനറേറ്ററിനകത്ത്. ഡി സി ജനറേറ്ററിനകത്ത് ആക്ച്വലി എന്താണ് പുള്ളി ചെയ്തത്, എ സി ടു ഡി സി. ഈ എ സി ഉണ്ടാകുന്നത് എവിടാണ്, ആർമേച്ചറിൽ. ഈ ഡി സി എവിടാണ് കിട്ടേണ്ടത്, ലോഡ് നെക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ ടെർമിനൽ നെക്രോസ് അല്ലെങ്കിൽ ലോഡ് നെക്രോസ് കിട്ടേണ്ട ഡി സി ആണ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണ് എ സി ടു ഡി സി ആണ് ആര് ചെയ്തത്. അപ്പോൾ റെക്ടിഫയർ കമ്മ്യൂട്ടേറ്ററിന്റെ ജോലി എന്താണെന്നുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്ററിന്റെ ജോലിയുടെ ഓപ്ഷൻ ഇതായിരുന്നു, എ സി ടു ഡി സി, ദെൻ ഡി സി ടു എ സി, ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ടു ഡി സി ആൻഡ് ഡി സി ടു എ സി, ദെൻ നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു, ആൻസർ എന്ന് പറഞ്ഞാൽ എ സി ടു ഡി സി ആൻഡ് ഡി സി ടു എ സി. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്നുള്ള സ്ട്രക്ചർ ഏതിലും ഉണ്ട്, മോട്ടറിലും ഉണ്ട്. എന്താണ് കമ്മ്യൂട്ടേറ്റർ ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റർ ചെയ്യുന്നത്
ഡി സി നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഡി സി ആണ്, ഡി സി മോട്ടറാണ്. ആ ഡി സി എന്താക്കി മാറ്റുന്നത്, ആർമേച്ചറിലേക്ക് പോകുമ്പോൾ ആ ഡി സി എന്താക്കി മാറ്റുന്നു, എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നോർത്ത് പോളിന് അണ്ടറിൽ വരുന്ന എല്ലാ കണ്ടക്ടേഴ്സിനും ഒരു പൊളാരിറ്റിയും സൗത്ത് പോളിന് അണ്ടറിൽ വരുന്ന എല്ലാ കണ്ടക്ടേഴ്സിനും മറ്റൊരു പൊളാരിറ്റി ആണെങ്കിൽ മാത്രമേ ഡി സി മോട്ടർ യൂണി ഡയറക്ഷനിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു ഡയറക്ഷനിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ.